ശരംകുത്തിയിൽ നിന്ന് മനോജ് കൂടി ചേരുന്നുണ്ട്. ശരംകുത്തിയാണ് നാളത്തെ ദിവസത്തെ ഏറെ പ്രധാനപ്പെട്ട കാരണം സന്നിധാനത്തേക്ക് തിരുവാഭരണ പേടകം എത്തുമ്പോൾ അതിനെ സ്വീകരിക്കാനായി എത്തുന്നത് ശരംകുത്തിയിലാണ്. അവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് പരമ്പരാഗതമായ ശൈലിയിൽ ആചാരപരമായി അവിടെ നിന്ന് സ്വീകരിച്ച് തിരുവാഭരണ പേടക സംഘത്തെയും ഒക്കെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസവും ഒപ്പം ശബരിമലയിൽ നാളെ മുതൽ തുടങ്ങുന്ന ശബരിമലയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടുമൊക്കെ ശരംകുത്തിക്ക് സുപ്രധാനമായ പ്രാധാന്യം ഇനിയുള്ള 5 ദിവസമാണ് ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ ദിവസങ്ങളിലേക്ക് കടക്കുക. തിരുവാഭരണ പേടകം ഇവിടെ എത്തി അത് ചാർത്തിയുള്ള ദീപാരാധന മുതൽ തുടങ്ങുന്നതാണ് ശബരിമലയിലെ യഥാർത്ഥ ഉത്സവ ചടങ്ങുകൾ. അപ്പോൾ അങ്ങനെ വരുന്ന ചടങ്ങുകളിൽ ശരംകുത്തിക്ക് വേറെ പ്രാധാന്യമുണ്ട്. ആ ശരംകുത്തിയിൽ നിന്ന് മനോജ് കൂടി ചേർന്നുണ്ട്. മനോജ്, ശരംകുത്തിയിലാണ് നാളെ സന്നിധാനത്തേക്ക് എത്തുന്ന തിരുവാഭരണ പേടകത്തിന് ആദ്യ സ്വീകരണം ലഭിക്കുക. അവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് ആദ്യം തിരുവാഭരണ പേടക സംഘത്തെ മാലയണിഞ്ഞ് സ്വീകരിച്ച് ആഘോഷപരമായി വാദ്യമേളങ്ങളോടെ തീവട്ടിയുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് സ്വീകരിക്കുക. എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഇപ്പോൾ ശരംകുത്തിയിൽ ഒരുക്കിയിട്ടുണ്ടോ മനോജ്? ഇപ്പോൾ നിൽക്കുന്ന ശരംകുത്തിയിൽ തീർത്ഥാടകരുടെ തിരക്കൊക്കെ എങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ മനോജ്? ഉമേഷ്, വലിയ തിരക്ക് തന്നെയാണ് ശരംകുത്തിയിൽ അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും ഘട്ടഘട്ടമായാണ് ഭക്തരെ ഇവിടെ കടത്തിവിടുന്നത്. അതായത് മല കയറി എത്തുന്ന ഭക്തരെ പകുതി വഴിയിൽ തന്നെ ഓരോ സ്ഥലങ്ങളിലായി നിർത്തിക്കൊണ്ട് ആ തിരക്ക് ക്രമീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും വലിയൊരു തിരക്ക് ഈ ശരംകുത്തിയിലുണ്ട്. അതോടൊപ്പം തന്നെ നാളെ തിരുവാഭരണം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെയാണ് സ്വീകരണം ഒരുക്കുക. ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ഇവിടെ നിന്നും പൂമാലയണിഞ്ഞ തീവെട്ടിയുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ കൊണ്ടുപോകും. എന്തായാലും ഇന്ന് വൈകുന്നേരം ലാഹ സത്രത്തിലാണ് തിരുവാഭരണം കൊണ്ടുവരുന്ന ആ ഒരു പേടക സംഘം വിശ്രമിക്കുക. അതിനുശേഷമാണ് നാളെയോടുകൂടി നിലയ്ക്കലും പിന്നീട് ഇങ്ങോട്ടേക്കും എത്തുക. എന്തായാലും ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ആ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഓരോ ഭക്തരും ഇരുമുടിക്കെട്ടുമായി അങ്ങനെ മല കയറി എത്തിയിരിക്കുകയാണ്. ഇനി സന്നിധാനത്തേക്കുള്ള യാത്രയാണ്. ഓരോരുത്തരും കാത്തിരിപ്പിലാണ്. നാളെ മകരവിളക്ക് തെളിയുവാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്, അത് ദർശിക്കുവാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. തിരുവാഭരണം അണിഞ്ഞ സ്വാമി അയ്യപ്പനെ കാണുവാനുള്ള ആ കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. എന്തായാലും ആ വലിയ തിരക്ക് നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ശരംകുത്തി മുഴുവനും അങ്ങനെ ആ ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾ തന്നെയാണ്. ഓരോരുത്തരെ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ ഇനിയും താഴെ കാത്തു നിൽക്കുന്നവരുണ്ട്, അവരും മുകളിലോട്ട് കയറി വരുവാനുണ്ട്. എന്തായാലും ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ, അത് ദേവസ്വം ബോർഡിന്റെ സ്വീകരണം ഇവിടെ ശരംകുത്തിയിൽ വെച്ച് തിരുവാഭരണത്തിന് ലഭിക്കുന്നു. ഇവിടെ നിന്നും ആനയിച്ചു കൊണ്ടുപോകുന്ന ആ 3 പേടകങ്ങളും അവിടെ സന്നിധാനത്തേക്ക് എത്തിയ ശേഷം അവിടെ തന്ത്രിയും അതോടൊപ്പം തന്നെ മേൽശാന്തിയും ഏറ്റുവാങ്ങി ആ തിരുവാഭരണം ചാർത്തുന്നതോടുകൂടി തന്നെ ആ സ്വാമി അയ്യപ്പന്റെ ആ ഒരു വിഗ്രഹത്തിൽ ചാർത്തുന്നതോടെ മകരവിളക്ക് തെളിയും, മകരജ്യോതി തെളിയും. അത് ദർശിക്കുവാനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് അറിയിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള എണ്ണം ഈ നാളെ എത്തുന്ന ഭക്തജനങ്ങളിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം. അത് കടത്തിവിടുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ശരംകുത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ഗേറ്റ് തുറന്ന ശേഷം അടുത്ത് വരുന്ന ഭക്തജനങ്ങളാണ്. അങ്ങനെ ഓരോ ഘട്ടമായി ഭക്തജനങ്ങൾ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് അതായത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഇന്ന് കൂടുതലും സന്നിധാനത്തിന്റെ പരിസരത്ത് തന്നെയായിരിക്കും ഉണ്ടാകുക. അവർ നാളെ ഈ മകരവിളക്ക് ദർശനം നടത്തിയിട്ട് മാത്രമേ പോവുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേയധികം ഭക്തജനങ്ങൾ വർഷങ്ങളായി മകരവിളക്ക് ദിവസം എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. ഈ തലേ ദിവസം എത്തി ഇവിടെ നിന്നുകൊണ്ട് ആ മകരവിളക്കിന് കണ്ണുനട്ട് കാത്തിരുന്ന അവസാനം ആ മകരജ്യോതി ദർശിച്ച് ആ മകരവിളക്ക് ദർശിച്ച് സായുജ്യമടയുന്ന ഭക്തജനങ്ങൾ. അത്തരത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രധ്വനികൾ മാത്രം ഉയരുകയാണ് ശരംകുത്തിയിൽ. അങ്ങനെ ഓരോരുത്തരും ആ ഒരു ശരണമന്ത്ര ധ്വനികളോടെ തന്നെ മുകളിലേക്ക് കയറി വരികയാണ്. കരിമല കയറ്റം കഠിനമെന്നൊക്കെ ആ ഒരു കഠിനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ കഠിനമായിട്ടുള്ള പാതകൾ ഓരോന്നും താണ്ടി ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആ സ്വാമി അയ്യപ്പനെ ശബരീശനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്, മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലൊരു തിരക്ക് വിവിധ സംസ്ഥാനങ്ങളിലുള്ള നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ അവരൊക്കെ എല്ലാവർക്കും ഒരേ ഒരു പേര് അയ്യപ്പന്മാർ. അങ്ങനെ അയ്യപ്പന്മാർ ഓരോരുത്തരും അങ്ങനെ ശരംകുത്തിയിൽ ഇപ്പോൾ എത്തി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. സ്വാമി ശരണം.
അതുതന്നെയാണ്. അങ്ങനെ ഓരോരുത്തരും എത്തിയിരിക്കുകയാണ്. കന്നി അയ്യപ്പന്മാരുണ്ട്, കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്, അതോടൊപ്പം വർഷങ്ങളായി വരുന്ന അയ്യപ്പന്മാർ. അവർക്ക് നിരവധി വർഷങ്ങളായി ഈ മകരവിളക്ക് ദിവസം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, മകരവിളക്ക് ദർശിക്കുവാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും മകരവിളക്കിന്റെ തലേന്നാൾ ഇത്രയധികം തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഓരോ തിരക്ക് മാറുന്തോറുമാണ് പോലീസ് സന്നിധാനത്തേക്ക് ഇവരെ കടത്തിവിടുന്നത്. എന്തായാലും പമ്പയിൽ നാളെ മുതൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിലും കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് പുല്ലുമേട് വഴി എത്തുന്ന ഭക്തജനങ്ങളുടെ കാര്യമാണ്. അവരോട് ഈ ഒരു ദർശനത്തിന് ശേഷം, അതായത് മകരവിളക്ക് ദർശനത്തിന് ശേഷം സന്നിധാനത്തേക്ക് എത്തുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം രാത്രിയായാൽ ആ പുല്ലുമേട് വഴി വരുന്നതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തജനക്ക് തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്ക് തന്നെയാണ്. അങ്ങനെ പമ്പയിൽ നിന്നും മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഭക്തജന പ്രവാഹം അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ശബരിമലയിലേക്ക് അങ്ങനെ എത്തുന്ന അയ്യപ്പന്മാർ അവർ ഈ മകരവിളക്ക് ദർശിച്ച ശേഷം തിരിച്ച് ആത്മസായുജ്യമടഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടി മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ഇനി. എന്തായാലും സ്വാമി ശരണം. അതുതന്നെയാണ്, എല്ലായിടത്തും ആ ശരണമന്ത്രങ്ങൾ ഉയരുകയാണ്. ശരംകുത്തിയിലും അത് തന്നെയാണ് ഉമേഷ്. ഇപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങൾ അത് കൃത്യമായും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തുനിന്ന ശേഷം ഇന്ന് സന്നിധാനത്തേക്ക് എത്തി. അതോടൊപ്പം നാളെ മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോരുത്തരും വന്നിട്ടുള്ളത്. വർഷാവർഷങ്ങളായുള്ള ഓരോരുത്തരുടെയും ആ ഒരു ഈ ഒരു ദിവസം എത്തുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അത് ഓരോ മണ്ഡലകാലത്തും അങ്ങനെ തന്നെയാണ്. മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അത് ഒരു പ്രത്യേക അനുഭവം കൂടിയാണ്. മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തുക എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആ ഭക്തജനങ്ങൾ അങ്ങനെ ഓരോരുത്തരായി സ്വാമി അയ്യപ്പനെ ദർശിക്കുവാനായി എത്തുകയാണ്. നാളെ ആ ദീപാരാധനാ സമയം, അതായത് കൊണ്ടുവരുന്ന തിരുവാഭരണം, അയ്യപ്പന്റെ ആ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധന, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആ മകരജ്യോതിയും മകരവിളക്കുമൊക്കെ തെളിയുമ്പോൾ ഇവിടെ ഉയരുന്ന ആ ശരണമന്ത്ര ധ്വനികളിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ മകരവിളക്ക് ദർശിക്കുവാൻ ഓരോരുത്തരും അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിച്ചു. സന്നിധാനത്തിന്റെ പരിസരത്ത് അവർ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദർശനമാണ് പ്രാധാന്യം. അവർ സ്വാമി അയ്യപ്പനെ ദർശിക്കുവാനാണ് എത്തുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും അവർ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരുത്തരും അങ്ങനെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. വർഷാവർഷമായി എത്തുന്നതാണ്. അത് ഇനിയും മുടങ്ങാതെ തന്നെ ഈ ദിവസങ്ങളിലേക്ക് ശബരിമലയിൽ എത്തുമെന്നുള്ള കാര്യം. അങ്ങനെ ഗുരുസ്വാമിമാരുണ്ട്, കുഞ്ഞു സ്വാമിമാരുമുണ്ട്, അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞ് അയ്യപ്പനെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ. അങ്ങനെ ആ തിരക്കിനിടയിൽ പോലും അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ തിരക്ക്. ഈ സ്വാമിമാരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ കടന്നു മാത്രമേ, കാത്തിരുന്നു കൊണ്ട് മാത്രമേ സന്നിധാനത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്തായാലും ഈ തിരക്കൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായും പാലിക്കണമെന്ന് ഭക്തർക്ക് നിർദ്ദേശം നൽകുവാനും ഇപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലൊക്കെ അക്കാര്യം പറഞ്ഞതാണ്. എന്തായാലും ഇനിയും ഈ തിരക്കിന് വർദ്ധിക്കാനാണ് സാധ്യത. രാത്രിയും, അതായത് ഇനി വൈകുന്നേരത്തും പമ്പയിൽ നിന്നും മലയിലേക്ക് കയറുന്ന ഭക്തജനങ്ങൾ ഒത്തിരിയാണ്, വന്നുകൊണ്ടേ ഇരിക്കുന്നവർ ഒത്തിരിയാണ്. അങ്ങനെ മകരവിളക്ക് ദിവസം സന്നിധാനത്തിന്റെ പരിസരവും അതോടൊപ്പം തന്നെ ശബരിമല ഒന്നാകെ തന്നെ ശരണമന്ത്രമുഖരിതമായി അങ്ങനെ നിൽക്കുമെന്നതിൽ അതിൻ്റെയൊക്കെ ഒരു അനുഭവം അത് നമുക്ക് നാളെയാണ് പങ്കുവെക്കുവാൻ സാധിക്കുക. എന്തായാലും ഇന്ന് ആ തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇവർക്ക് വേണ്ട ഭക്ഷണമായാലും അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളുമായാലും ഒക്കെ ശരംകുത്തിയിൽ അതിൻ്റെ ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവർ അങ്ങനെ തിരക്കിൽ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇനി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ എത്തുമ്പോൾ, നാളെ തിരുവാഭരണം എത്തുമ്പോൾ ഭക്തജനങ്ങളെ അതിൻ്റെ കൂടെ കടത്തിവിടില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. തിരുവാഭരണം ആ 3 പേടകങ്ങളും, അതിൽ പ്രധാന പേടകത്തിലാണ് സ്വാമി അയ്യപ്പന് ചാർത്തുവാനുള്ള ആഭരണങ്ങളുള്ളത്. അതിൽ 2 പേടകങ്ങളിലായി
ഒന്ന് ജീവതയും അതോടൊപ്പം തന്നെ മറ്റ് വെള്ളിപ്പാത്രങ്ങളും ഒക്കെ ആയി അങ്ങനെ 3 പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള പേടകവാഹക സംഘം ഇവിടേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡ് അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് നാളെ കാണാൻ സാധിക്കുക. ആദ്യം ഇങ്ങോട്ടേക്ക് എത്തും, ശരംകുത്തിയിലേക്ക് എത്തിയ ശേഷം ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് അങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് നാളെ കാണുവാൻ സാധിക്കും. എന്തായാലും ശരണമന്ത്രമുഖരിതമായി അങ്ങനെ ശരംകുത്തി തുടരുകയാണ്. ഭക്തജനങ്ങൾ ഓരോരുത്തരായി അങ്ങനെ ശരണമന്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെ ദർശനം സാധ്യമാകുവാൻ വേണ്ടി, മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടി എന്തായാലും ഓരോരുത്തരും അങ്ങനെ അങ്ങനെ കാത്തിരിക്കുകയാണ്. എസ് മനോജ് സൂചിപ്പിച്ച പോലെ വളരെ വലിയ തിരക്ക് ശരംകുത്തിയിൽ അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂർ 2 മണി മുതലൊക്കെ ശരംകുത്തിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി കൂടിയാണ്, നാളെ പുറച്ചുകൂടിയാണ് പൂർണ്ണമായും തീർത്ഥാടകരുടെ വരവ്, ശരംകുത്തി വഴിയുള്ള വരവ് പോലീസ് സംവിധാനങ്ങൾ അവിടെ തടയും. നാളെ ഏറെ നിർണായകമായ ചടങ്ങുകൾ നടക്കാൻ പോകുന്ന ഒരു സ്ഥലമായി മാറുകയാണ് ശരംകുത്തി. ശരംകുത്തിയിലാണ് തിരുവാഭരണ പേടകത്തെ ആദ്യമായി ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന ചടങ്ങുകൾ, ഏറെ സുപ്രധാനമായ ചടങ്ങുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്ന് അവിടെ അയ്യപ്പൻ്റെ കളം വരച്ച 5 ദിവസം അയ്യപ്പൻ്റെ വിവിധ ഭാഗങ്ങൾ അവിടെ കളം വരയ്ക്കും. ആ കളത്തിൽ നിന്ന് തിടമ്പിലേക്ക് ദേവചൈതന്യം ആവാഹിച്ച് പിന്നീട് എഴുന്നള്ളത്തുണ്ട്. ആദ്യ ദിവസങ്ങളിൽ നാളെ മുതൽ നടക്കുന്ന വിളക്കിന് എഴുന്നള്ളിപ്പ് ഈ സന്നിധാനത്തിന് ചുറ്റുമാണെങ്കിൽ അവസാന ദിവസം 5-ാം ദിവസം അങ്ങ് ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത്. അവിടെ നായാട്ടുവിളി നടക്കും. അങ്ങനെ സുപ്രധാനമായ ചടങ്ങുകൾ ഇനി നടക്കാൻ പോകുന്ന ശബരിമല ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ശരംകുത്തി. മാത്രമല്ല ശബരിമലയുടെ കഥകളിൽ അല്ലെങ്കിൽ ശബരിമലയുടെ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളിൽ ഒരു വലിയ വിഭാഗം വർഷങ്ങളായി തെറ്റിദ്ധരിച്ചിരുന്ന അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി പന്തളം രാജകുടുംബവും അല്ലെങ്കിൽ തന്ത്രിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും വലിയൊരു ഏടാണ് ശരംകുത്തിയിലേക്കുള്ള അവസാന ദിവസത്തെ എഴുന്നള്ളത്ത്. അത് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്താണെന്ന തരത്തിലേക്ക് വലിയ തോതിൽ വലിയൊരു പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു. ചില സിനിമാ കഥകളുടെയൊക്കെ ചൂട് പിടിച്ചിടും. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ. അത് സാക്ഷാൽ മണികണ്ഠകുമാരൻ തന്റെ ഭൂതകളങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുകയാണ്. തീർത്ഥാടകർ വൃശ്ചികം 1 മുതൽ തീർത്ഥാടകർ എത്തുമ്പോൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഭൂതഗണങ്ങളെ വനമേഖലയിലേക്ക് മാറ്റി നിർത്തുന്നു. അതിനുശേഷം തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാണ് അന്ന് നടക്കുന്നത്. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളൊരു ഇടമാണ് ശരംകുത്തി. അവിടെ നിന്നാണ് മനോജ് വിശദമായ വിവരങ്ങൾ നൽകിയത്.